ഇന്ന് സായിമണിയുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള തീമിലത്തെ ബർത്ത്ഡേ ഡെക്കോർ വന്നപ്പോൾ തന്നെ ആൾ നല്ല എക്സൈറ്റഡ് ആണ്. ഒന്നാമത്തെ ബർത്ത്ഡേ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിച്ച് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തെങ്കിൽ അവൾക്കത് എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ബർത്ത്ഡേ അവൾക്ക് കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ആണ്. പക്ഷേ എല്ലാവരും വന്ന് വൺസ് കേക്കൊക്കെ കട്ട് ചെയ്യാൻ മുന്നിൽ കൊണ്ട് വെച്ചപ്പോൾ കണ്ടില്ലേ, ആളിത്തിരി ഇൻവെർട്ടർ സ്വഭാവമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആരെങ്കിലും കേക്ക് മുറിക്കുമ്പോൾ അടുത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടുക എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ അവളുടെ സ്വന്തം ബർത്ത്ഡേക്ക് എല്ലാവരും വന്ന് പാട്ടൊക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്തപ്പോൾ ആൾ പിന്നെ ആ മൂഡൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടോ. നമ്മൾ അങ്ങനെ വലിയൊരു ബർത്ത്ഡേ പാർട്ടി ഒന്നല്ല അറേഞ്ച് ചെയ്തത്. ഇവളൊരു ജൂൺ 26 ജനിച്ചത്. അപ്പോൾ ജൂൺ ബേബികൾക്കൊക്കെ ഒരു നൈറ്റ് പാർട്ടി തന്നെയല്ലേ നടക്കുള്ളൂ. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ജോലിക്ക് പോയി, എല്ലാവരും ക്ലാസ്സിന് പോയി തിരിച്ചു വന്ന സമയത്ത് നൈറ്റ് ഒരു ഫുഡും കേക്ക് കട്ടിങ്ങും മാത്രമായിരുന്നു. പിന്നെ കുറേ നാൾക്ക് ശേഷം എല്ലാവരും കാണുന്നതിൻ്റെ ഒരു വർത്താനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നമ്മൾ താഴെയാണ് എത്തിയത്. അവർ ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നാൽ തന്നെ എളുപ്പത്തിലൊന്നും എണീക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ അവരവരുടെ സൗകര്യത്തിന് താഴെ ഇരുന്ന് കഴിക്കുമായിരുന്നു. അതിനിടയിൽ ഇവിടെ അൺബോക്സിങ് നടക്കുന്നുണ്ട്. ടോയ്സ് പ്രതീക്ഷിച്ചിട്ടാണ് അമ്മുമാമിയും സംഘവും ഇവിടെ അൺബോക്സ് ചെയ്യുന്നെങ്കിലും കിട്ടിയത് കൂടുതൽ ഉടുപ്പുകളായിരുന്നു. അങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. സായുന് ഫീമെയിൽ കസിൻസ് കുറവാണ്. ആകെയുള്ളൊരു ഫീമെയിൽ കസിനാണ് ആമിക്കുട്ടി. പിന്നെയും കുറച്ച് പേരുണ്ട്, പക്ഷേ കൂടുതലും ബോയ്സാണ് നമ്മുടെ ഫാമിലിയിൽ. അങ്ങനെ അവർ രണ്ടുപേരും വർത്തമാനം പറഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു മെമ്മറബിൾ ബർത്ത്ഡേ ആയിരുന്നു. കൈക്കുഞ്ഞായിരുന്ന ആളെ നമ്മൾ ഇതുവരെ എത്തിച്ചതിൽ ഞാനും ചേട്ടനും ഒരുപാട് പ്രൗഡാണ്. അവളും ഓരോ ദിവസം ഞാൻ ഇത്ര വലുതായി, ഞാൻ വലിയ കുട്ടിയായി, ഞാൻ വലുതായി ഒന്ന് നോക്കി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സായിമണിയുടെ ബർത്ത്ഡേ വ്ളോഗ് കഴിഞ്ഞു.